ജോസഫാണ് ബാംഗ്ലൂരിൽ നിന്ന്. ശ്രീ ജോസഫ്, താങ്കൾക്ക് പറയാം. ഗുഡ് ഈവനിങ് കിരൺ. ഗുഡ് ഈവനിങ്. എനിക്ക് ഒരു പോയിന്റ് പറഞ്ഞിട്ട് ഞാൻ സബ്ജക്റ്റിലേക്ക് വരാം. ഇന്നലത്തെ ചർച്ചയിൽ പല ആൾക്കാരും പറയുന്നു കിരൺ ചൊറിയുന്നുണ്ടെന്ന് പറയുന്നു. കിരൺ എന്ന് പറയുന്ന ആള് ഒരു മലയാളിയാണ്. കിരൺ അഭിപ്രായങ്ങളുണ്ട്. അതുകൊണ്ട് ആങ്കർ എന്നുള്ള നിലയിൽ മാത്രമല്ല, ഒരു അഭിപ്രായമുള്ള ആളെന്നുള്ള നിലയിൽ കൂടിയാണ് കിരൺ സംസാരിക്കുന്നതെന്ന് പറയുന്ന കൊള്ളാം. ശരി, ഓക്കെ. ഞാനതൊക്കെ വിട്ടാലോ, ഓരോരുത്തർ അവരവരുടേതായ പറയുന്നു, നമ്മളത് അന്തരം പറയുന്നു, വിടുന്നു. അല്ലാതെ അതൊന്നും നമ്മൾ മനസ്സിൽ നടക്കുന്ന പരിപാടിക്ക് വേണ്ടി പറയുമ്പോൾ ചിലർ അങ്ങനെയൊക്കെ പറയും. നമ്മളും അത് അന്തരം പറഞ്ഞ് അത് വിട്ടു. അതിനപ്പുറത്തേക്ക് അതിന്റെ ഗൗരവമായി ഞാൻ അതിനെയൊന്നും എടുക്കാറില്ല. അല്ല, അത് കേൾക്കുന്നത് ഞങ്ങൾക്ക് ഒരു അലോരസമായിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇതിലേക്ക് വന്നു കഴിഞ്ഞാല് ഇതിന് രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഒന്ന്, റഷ്യയിൽ നമ്മൾ രൂപയിലാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്, ഡോളറല്ല കൊടുക്കുന്നത്, രൂപയിലാണ് നമ്മൾ ഓയിൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു നേട്ടമാണ് നമുക്കുള്ളത്. ഒന്ന്. രണ്ടാമത്തെ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാല് ട്രംപ് ഇപ്പം വെനിസ്വേല പിടിച്ചെടുത്തിട്ട് അവിടുത്തെ ഓയിൽ അമേരിക്കൻ കമ്പനികൾ കൊണ്ട് ഡ്രില്ല് ചെയ്തെടുത്തിട്ട് ആ സാധനം നമുക്ക് വിറ്റ് കാശുണ്ടാക്കാനായിട്ടാണ് ട്രംപിന്റെ ഈ ഓയിൽ ബ്ലോക്കേഡ് എന്ന് പറയുന്ന പരിപാടി ട്രംപ് ചെയ്യുന്നത്. ഇത് രണ്ടാമത്തെ കാര്യം. പിന്നെ എല്ലാവരും പറഞ്ഞതുപോലെ നമുക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ പുറത്തേക്ക് വന്നാലല്ല നമുക്ക് ഇതിനെപ്പറ്റി ഒരു ചർച്ച കൃത്യമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ചർച്ചയൊന്നും പറയാനായിട്ട് റിസൾട്ട് വരാൻ ബുദ്ധിമുട്ടാണ്. ഏതായാലും ഇപ്പോഴത്തെ നേരിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള വാണിജ്യ നിലവിൽ നല്ലതാണ്. പക്ഷെ ഇന്ത്യയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അടിയേക്കാത്ത രീതിയിലുള്ള ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്താൽ മാത്രമേ ഇത് ഗുണപ്പെടത്തുള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീ ജോസഫാണ് ബാംഗ്ലൂരിൽ നിന്നും പ്രതികരിച്ചത്. ശ്രീ രാധാകൃഷ്ണനാണ് വൈറ്റിലിൽ നിന്നും. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് വേഗത്തിൽ പറയാം, സമയം അവസാനിക്കാൻ പോകുന്നതുകൊണ്ടാണ് ചുരുക്കി പറയണം. നമസ്കാരം. നമസ്കാരം. ഇതിപ്പോ എണ്ണ ഉൾപ്പെടെയുള്ള ഊർജ ഉൽപ്പന്നങ്ങളുടെ തന്ത്രപരമായ വാങ്ങലുകൾ പുതിയ കരാറിന്റെ ഭാഗമാണെന്നും ഇന്ത്യയുടെ US വ്യാപാര കരാറിൽ തീരുമാനമായെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് ഇനി വ്യക്തമാക്കേണ്ടത് നമ്മുടെ ഈ മറ്റേ പീയൂഷ് ഗോയൽ വാണിജ്യമന്ത്രി ആണ് ചർച്ച നടത്തിയിട്ടുണ്ടോ അതിന്റെ വിശദങ്ങൾ വ്യക്തമാക്കേണ്ടത്. ഇപ്പൊ അമേരിക്കനെ സംബന്ധിച്ച് അമേരിക്കയിലെ ഒരു പ്രശ്നം എന്ന് വെച്ചാല് ട്രംപിനെ ആർക്കും വിശ്വാസം ഇല്ലാത്ത ഒരു ആളായി മാറിയിട്ടുണ്ട്. കാരണം ഇപ്പൊ തന്നെ സ്വർണങ്ങൾ വെച്ച് പലതും തിരിച്ചു കൊടുക്കാതെയും അതുപോലെ ബോണ്ട് പ്രശ്നങ്ങൾ, ബോണ്ട് മേടിച്ച് ബോണ്ട് കൊടുക്കാതെയൊക്കെ പല പ്രശ്നങ്ങളായി കൊണ്ടിരിക്കണേ. അപ്പൊ എത്രത്തോളം ഇതിനകത്ത് കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് ഇനിയിപ്പോ ഇന്ത്യ വ്യക്തമാക്കുമ്പോഴാണ് അതിന്റെ വിശദമായിട്ട് അറിയാൻ കഴിയുള്ളൂ. അതുവരെ ഇത് നേരിലായിട്ട് ഇങ്ങനെ നിൽക്കും. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾക്ക് വേഗത്തിൽ പറയാം. നമസ്കാരം. പെട്ടെന്ന് പറയാം. നമസ്കാരം. ഈ പണ്ട് ആസിയാൻ കരാർ സാധനം ഒപ്പിട്ട് കഴിഞ്ഞപ്പോ 2006 1 കിലോ റബ്ബറിന് 285 രൂപയ്ക്കാണ് വിറ്റ്. 285 രൂപ 2006. ഇന്ന് റബ്ബറിന്റെ വില 185 രൂപ. അതായത് രൂപയുടെ മൂല്യം വെച്ച് നോക്കിയാൽ ആ വിലയ്ക്കായിരുന്നെങ്കിൽ ഈ 10-20 കൊല്ലം കഴിഞ്ഞപ്പോൾ നമുക്ക് റബ്ബറിന് 5000 രൂപയായാലും കിട്ടുന്നു. കിലോയ്ക്ക് കിട്ടുന്ന 185. കർഷകർ നടുപിടിച്ച് കളഞ്ഞവര്. അതുപോലെയാണ് നമ്മുടെ കാർഷിക മേഖല മുഴുവൻ അമേരിക്കയ്ക്ക് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ കർഷകർ മുഴുവൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ചതിയാണ് കാണിക്കുന്നത് ഭരണകർത്താക്കള്. തീർച്ചയായിട്ടും അത് പാടില്ലാത്ത കാര്യമാണ്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എതിർക്കണം. അതാണ് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഇനി അങ്ങനെയാണ് വ്യവസ്ഥയെങ്കിൽ, ട്രംപ് പറഞ്ഞതുപോലെയാണ് വ്യവസ്ഥയെങ്കിൽ, ആത്മഹത്യാപരമായ തീരുമാനത്തിലേക്കായിരിക്കും അത് പോകുന്നതെന്നുകൂടെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും പ്രേക്ഷകരെ സംബന്ധിച്ച് അമേരിക്ക ഇന്ത്യക്ക് മുന്നിൽ വെച്ച വലിയ വ്യവസ്ഥകളും മുട്ടാളത്തരമൊക്കെ നിർത്തി ഇങ്ങനെ ഒരു കരാറിലേക്ക് വന്നതിനെ പൊതുവെ അത് ഇന്ത്യക്ക് ഗുണകരമായ രീതിയിലേക്ക് വരും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് പങ്കുവച്ചത്. ഒപ്പം തന്നെ അമേരിക്കയിലെ ട്രംപ് പറയുന്ന രീതിയിലാണ് ഈ കരാർ വ്യവസ്ഥകളെങ്കിൽ, ആ വ്യവസ്ഥകൾ നടപ്പാകുന്നതെങ്കിൽ സ്വാഭാവികമായും അക്കാര്യത്തിൽ വലിയ പ്രതിഷേധം അറിയിച്ചവരുമൊക്കെ ഉണ്ട്. അത് വലിയ അപകടം ചൂണ്ടിക്കാട്ടിയ ആളുകളുമൊക്കെ ഉണ്ട്. ഈ കരാറാണ്, വ്യവസ്ഥയാണ്, അതൊക്കെ ഇനി പുറത്തു വരാനിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. രണ്ടു രാജ്യങ്ങളും ഔദ്യോഗികമായി എന്തെങ്കിലും പ്രതികരണം ഉണ്ടായിട്ടില്ല. സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് ട്രംപ് ഇങ്ങനെ പ്രതികരിച്ചതും. സാധാരണഗതിയിലൊന്നും അന്താരാഷ്ട്ര കരാറുകളോ കാര്യങ്ങളോ ഒന്നും സമൂഹ മാധ്യമങ്ങൾ വഴിയല്ല, ട്രംപാണ് അങ്ങനെയൊക്കെ തുടങ്ങി വെച്ചത്. ഈ സമൂഹ മാധ്യമത്തിൽ ചില വിടുവായുത്തരമടക്കം തട്ടിവിടുന്ന അവസ്ഥയിലേക്ക്, അതിനകത്ത് യാഥാർത്ഥ്യം ഏതാണ് അല്ലാതെ തട്ടിവിടുന്ന ഏതാണ് എന്നറിയാൻ വയ്യാത്ത ഒരവസ്ഥയിൽ ലോകം നിൽക്കേണ്ടി വരിക എന്നൊരു ഗതികേട് കൂടി ഈ ഇത്തരം ട്രംപിൻ്റെ ഈ ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെയുള്ള നിരന്തരം ഉള്ള പ്രതികരണങ്ങൾക്കുണ്ട് എന്നതുകൂടി ഒരു യാഥാർത്ഥ്യമാണ്. എന്തായാലും അത്തരം വിഷയത്തിലും വളരെ ഗൗരവത്തോടുകൂടി പഠിച്ച അഭിപ്രായം പറഞ്ഞ പ്രേക്ഷകർക്കെല്ലാം പ്രത്യേക നന്ദി. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.